അവർക്ക് പറ്റുമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഓടിക്കാൻ പറ്റുമായിരുന്നു. അവർക്ക് പറ്റുമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ പറ്റുമായിരുന്നു. ഇത്രയും ദിവസത്തിൻ്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ബോധമുള്ള ആർക്കെങ്കിലും മനസ്സിലാവും എന്തൊക്കെയാണ് നടക്കണേന്ന്. ഈ പൈസ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്താണ് അവൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ എല്ലാവരും ജീവിക്കാൻ ഇതാക്കല്. അവള് പൈസ ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ വേണ്ടി ജോലിക്ക് പോയി. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും ആൾക്കാർ ഇങ്ങനെ കാറടിക്കും, അതാരും മരിക്കും, എന്നിട്ട് ഒരു പൈസ കൊടുക്കും പോവും. എന്താണ് ഇത്? പൈസ മാത്രം മതിയാ? ആൾക്കാരുടെ ജീവന് ഒരു വിലയില്ല. അവർക്ക് എന്തൊക്കെ സ്വപ്നം ഉണ്ടായിരുന്നാണെന്ന് അറിയൂ. എന്നിട്ടാണ് ഇവിടെ 2 കോളേജ് ഉള്ളതാ, അവിടെ ഒരു ഹബ്ബ് പോലും ഇല്ല. ഇനിയും എന്തോരം കുട്ടികൾ അവിടെ പഠിക്കണത്, 2 കോളേജ് ഉള്ളതല്ലേ. അവിടെ ഒരു ഹബ്ബ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തീരില്ലേ. ഇനി ഒരു കുഞ്ഞിൻ്റെ ജീവനും കൂടി ഇതുപോലെ പോകാനും, ഒരു അനിയന് ചേച്ചിന് പോകാനും, അമ്മയ്ക്ക് മോളെ പോകാനും ഒക്കെ, അച്ഛന് മോളെ പോകാനൊക്കെ ഇടവരുത്തണം. എന്തെങ്കിലും ചെയ്തോടെ. ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനങ്ങളുള്ള സ്ഥലമില്ലേ അത് അവിടെ എപ്പോഴും എന്തെങ്കിലുമായിട്ടൊക്കെ ചെറിയ ചെറിയ ആക്സിഡൻറ്റുകൾ ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി എന്തിനാണ്? മക്കളല്ലേ, നമ്മുടെ പ്രതീക്ഷയല്ലേ. ഇനി പഠിക്കുന്നതല്ലേ പിള്ളേർ. എത്ര പിള്ളേർ പഠിക്കുന്നത് അവിടെ. അവർക്ക് മര്യാദക്ക് സഞ്ചരിക്കണ്ടേ, നടക്കണ്ടേ റോട്ടിൽ കൂടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.